2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള ചരിത്രത്തിലെ തങ്ങളുടെ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രകടനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന അവകാശവാദമാണ് BJP ക്യാമ്പുകൾ തുടർച്ചയായി ഉന്നയിക്കുന്നത്. നേതാക്കൾ പലപ്പോഴും പരസ്യമായി ഇരട്ട സംഖ്യയിലുള്ള സീറ്റുകൾ നേടുമെന്ന അവകാശവാദം മുന്നോട്ട് വെക്കുമ്പോഴും അനൗപചാരികമായി BJP വൃത്തങ്ങൾ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 5 സീറ്റുകളിലെങ്കിലും തങ്ങൾ വിജയിച്ചു കയറും എന്നുള്ള ആത്മവിശ്വാസമാണ്. നമുക്കറിയാം, സമീപകാലത്തെ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കണക്കുകളും വോട്ട് കണക്കുകളും പരിശോധിക്കുമ്പോൾ 5 സീറ്റുകൾ വിജയിക്കുമെന്ന BJPയുടെ അവകാശവാദം യാഥാർത്ഥ്യബോധത്തിന് നിരക്കുന്നതാണെന്നും വിലയിരുത്തേണ്ടി വരും. BJPയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുമ്പോൾ, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുമ്പോഴും എല്ലാ മണ്ഡലങ്ങളിലും ജനങ്ങൾക്ക് സുപരിചിതരായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുക എന്നത് അവർ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. പലപ്പോഴും ഇത്തരം വെല്ലുവിളികളെ അവർ അതിജീവിക്കുന്നത് സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിക്കൊണ്ടാണ്. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയാണെങ്കിലും, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി മത്സരരംഗത്തിറങ്ങിയ ശ്രീശാന്ത് ആണെങ്കിലും, അതുപോലെ തന്നെ നടൻ കൃഷ്ണകുമാർ ആണെങ്കിലുമെല്ലാം BJPയുടെ സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവരുമാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരമൊരു തന്ത്രം തന്നെ BJP കേരളത്തിൽ ആവർത്തിക്കും എന്നതിൻ്റെ കൃത്യമായ സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മലയാള സിനിമയിലെ 3 പ്രമുഖ നടിമാരെയും ഒരു നടനെയുമാണ് BJP ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക്, മത്സരരംഗത്തേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. ഈ പട്ടികയിലെ ആദ്യ പേരുകാരി എന്ന് പറയുന്നത് മലയാള പ്രേക്ഷകർ എന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന, അവരുടെ നൊസ്റ്റാൾജിയ കൂടിയായിട്ടുള്ള ഒരു ചലച്ചിത്ര നടിയാണ്. ആ നടിയുടെ പേര് ശോഭന എന്നാണ്. നമുക്കറിയാം, തൻ്റെ BJP ആഭിമുഖ്യ രാഷ്ട്രീയം പലപ്പോഴും പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ശോഭന. കേരളത്തിലെത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിട്ട ചലച്ചിത്ര താരം ശോഭന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം പ്രചരണ രംഗത്ത് സജീവമാകുകയും അദ്ദേഹത്തിനോടൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശോഭനയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി തങ്ങളുടെ ഏതെങ്കിലും ഒരു A കാറ്റഗറി മണ്ഡലത്തിൽ പ്ലേസ് ചെയ്യുവാനുള്ള ആലോചനയുണ്ടെന്ന് BJP വൃത്തങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. BJP കേന്ദ്ര പാർലമെൻ്ററി ബോർഡിൻ്റെ പരിഗണനയിലേക്ക് അയച്ച സ്ഥാനാർത്ഥി പട്ടികയിലും ശോഭന ഇടം നേടിയിട്ടുണ്ട്. എന്നിരുന്നാലും ശോഭനയെ ഏത് നിയോജക മണ്ഡലത്തിലേക്കാണ് പരിഗണിക്കുന്നത് എന്ന കാര്യം BJP ഇതുവരെ അതീവ രഹസ്യമാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും ശോഭനയുടെ പേര് പരിഗണനയിലുണ്ടെന്നും ശോഭനയും ഏറെക്കുറെ സ്ഥാനാർത്ഥിത്വത്തിന് സമ്മതം മൂളിയിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട്. BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൂടി തീരുമാനമനുസരിച്ചായിരിക്കും ശോഭനയുടെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നും വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ താരം എന്ന് പറയുന്നത് സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നടി ശ്വേതാ മേനോനാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു A കാറ്റഗറി മണ്ഡലമായി ഇപ്പോൾ അവർ വിലയിരുത്തുന്ന, BJPയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിട്ടുള്ള ജില്ല എന്ന് വിലയിരുത്തപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ നിന്നാണ് ശ്വേതാ മേനോൻ്റെ പേര് അവർ പരിഗണിക്കുന്നത്. അതേപോലെ തന്നെ എറണാകുളം ജില്ലയിലെ UDFൻ്റെ ശക്തി കേന്ദ്രമായ UDFൻ്റെ വനിതാ MLA നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന, ഇത്തവണ മത്സരത്തിന് ഇറങ്ങുവാൻ പോകുന്ന തൃക്കാക്കര സീറ്റിൽ നിന്നും ശ്വേതാ മേനോൻ്റെ പേര് പരിഗണിക്കുന്നുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ശ്വേതാ മേനോനും BJP കേന്ദ്രങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പൂർത്തിയായി എന്നും സ്ഥാനാർത്ഥിത്വത്തിന് അവർ സമ്മതം അറിയിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമതായി BJP പരിഗണിക്കുന്ന താരസ്ഥാനാർത്ഥിയായിട്ടുള്ള സിനിമാ നടി എന്ന് പറയുന്നത് നടി അനുശ്രീയാണ്. ശോഭനയെ പോലെ തന്നെ വളരെ നേരത്തെ തൻ്റെ BJP ആഭിമുഖ്യവും RSS ആഭിമുഖ്യവും അനുശ്രീയും പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടവുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുമ്പോഴും രാഹുലിൻ്റെ നല്ല സുഹൃത്തായി തുടരുമ്പോഴും അനുശ്രീയുടെ രാഷ്ട്രീയം എന്നും കാവിപ്പാളയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നതിനുള്ള നിരവധി ഉദാഹരണങ്ങളും നമുക്ക് മുന്നിലുണ്ട്. കൊല്ലം ജില്ലക്കാരിയായ അനുശ്രീ കൊല്ലം ജില്ലയിലെ BJPയുടെ ഏതെങ്കിലും ഒരു സുരക്ഷിത സീറ്റിൽ നിന്ന് മത്സരിക്കുവാൻ ഇറങ്ങുമെന്നും, അത്തരത്തിൽ അനുശ്രീ മത്സരത്തിനിറങ്ങിയാൽ ഒരുപക്ഷെ അവർ വിജയിച്ചു കയറുവാൻ സാധ്യതയുണ്ട് എന്നുമുള്ള BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിലയിരുത്തലാണ് ഇപ്പോൾ കേന്ദ്ര പാർലമെൻ്ററി ബോർഡിന് കൈമാറിയിരിക്കുന്നത്. കേന്ദ്ര പാർലമെൻ്ററി ബോർഡിൻ്റേതായിരിക്കും അനുശ്രീയുടെ സ്ഥാനാർത്ഥിത്വത്തിലും അന്തിമ തീരുമാനമെന്നും ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നുണ്ട്. നാലാമതായി BJP കളത്തിലിറക്കുവാൻ ആഗ്രഹിക്കുന്ന സിനിമാ താരം എന്ന് പറയുന്നത് ഒരു പ്രമുഖ നടനാണ്. മലയാള സിനിമയിലെ യുവനടന്മാരിൽ ശ്രദ്ധേയനായിട്ടുള്ള ഉണ്ണി മുകുന്ദൻ വളരെ നേരത്തെ തന്നെ തൻ്റെ മോഡി ആരാധനയും BJP ആഭിമുഖ്യവും പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അദ്ദേഹം കേരളത്തിലെത്തിയപ്പോൾ ഉണ്ണി മുകുന്ദൻ വേദി പങ്കിട്ടതോടുകൂടിയാണ് ഉണ്ണിയുടെ പരസ്യമായിട്ടുള്ള BJP ആഭിമുഖ്യം വ്യക്തമായത്. നേരത്തെ തൻ്റെ സിനിമകളിലടക്കം RSS പ്രചാരണം നടത്തുന്ന പ്രതിബിംബങ്ങളെ ഉൾപ്പെടുത്തുന്ന ഒരു പ്രവണതയും ഉണ്ണി മുകുന്ദൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ണി മുകുന്ദൻ BJPക്ക് വേണ്ടി സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യവും നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കുവാൻ സാധിക്കുന്നുണ്ട്.
ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ താൻ തിളങ്ങി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുവാൻ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹം ആദ്യഘട്ടത്തിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ തുടർച്ചയായി സിനിമകൾ പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിൽ കൂടി ഒരു കൈ നോക്കാമെന്ന മനോനിലയിലേക്ക് ഈ യുവതാരം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നും BJPയോട് അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് ഉണ്ണി മുകുന്ദൻ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു. ഉണ്ണി മുകുന്ദൻ മത്സരിച്ചാൽ പാലക്കാട് തിരികെ പിടിക്കുവാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന വിലയിരുത്തലും BJPയിലെ ഒരു വിഭാഗം പങ്കുവച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഉണ്ണി മുകുന്ദൻ പാലക്കാട് നിയോജക മണ്ഡലത്തിലാവില്ല, നേരെ മറിച്ച് തൃശ്ശൂർ ജില്ലയിൽ സുരേഷ് ഗോപി നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നാകും മത്സര രംഗത്ത് ഇറങ്ങുവാൻ പോകുന്നതെന്നും അറിയാൻ കഴിയുന്നുണ്ട്. തൃശ്ശൂർ സീറ്റിലേക്ക് പത്മജ വേണുഗോപാലിന് ഉറപ്പിച്ച സ്ഥിതിക്ക് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വലിയ മേൽക്കൈ നേടിക്കൊടുത്ത ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിലേക്കായിരിക്കും ഉണ്ണി മുകുന്ദനെ പരിഗണിക്കുക. BJPയിലേക്ക് കൂട്ടത്തോടെ സിനിമാ താരങ്ങളെ ആകർഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് കേന്ദ്രമന്ത്രി കൂടിയായ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി തന്നെയാണ്. സുരേഷ് ഗോപിയുടെ ഇത്തരം നീക്കങ്ങളോട് സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗം കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ പോലും കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിക്ക് ഇക്കാര്യത്തിൽ പരിപൂർണ പിന്തുണയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി നിശ്ചയിക്കുന്ന താരസ്ഥാനാർത്ഥികൾക്ക് അദ്ദേഹം അവരെ നിർദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കുമെന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ പോലും ഒരു സംശയവും ഉയർന്നു വരുന്നില്ല. ഏതൊക്കെയാണെങ്കിലും ഈ പ്രമുഖ താരങ്ങളെ കൂടാതെ മലയാള സിനിമയിലെ ഏറ്റവും കൊടികെട്ടിയ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ദേവൻ ഉൾപ്പെടെയുള്ളവരും ഒരുപക്ഷെ BJPക്ക് വേണ്ടി ഇത്തവണയും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകുവാനുള്ള സാധ്യതകളും സജീവമാണ്. പ്രമുഖ സംവിധായകൻ കൂടിയായിട്ടുള്ള മേജർ രവിയും മത്സരരംഗത്തിറങ്ങുവാൻ താൻ സന്നദ്ധനാണെന്നുള്ള ആഗ്രഹം പല ഘട്ടത്തിലും BJP നേതൃത്വത്തോട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എറണാകുളം ജില്ലയിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിലേക്ക് മേജർ രവിയെ പരിഗണിച്ചേക്കുമെന്നും അറിയുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസ് താരവും സിനിമാ സംവിധായകനുമായ യുവ പ്രതിഭ അഖിൽ മാരാർ ഇപ്പോൾ 2020യോടൊപ്പം ചേർന്ന് BJP പാളയത്തിൽ എത്തിയിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിൽ മാരാർ കൊല്ലം ജില്ലയിലെ പത്തനാപുരം സീറ്റിൽ നിന്ന് മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ മത്സരരംഗത്തിറങ്ങുമെന്നുള്ള കൃത്യമായ സൂചനകളും പുറത്തു വരുന്നുണ്ട്. അഖിൽ മാരാരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പാളയത്തിലെത്തി കൊട്ടാരക്കര സീറ്റിൽ നിന്ന് മത്സരിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഐഷ പോറ്റി എന്ന മുൻ CPM വനിതാ MLAയെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ചതോടുകൂടിയാണ് കൊട്ടാരക്കരയിൽ നിന്നുള്ള അഖിൽ മാരാറിൻ്റെ UDF സീറ്റ് മോഹം പൊലിഞ്ഞതും തൊട്ടു പിന്നാലെ അദ്ദേഹം 2020ൽ അംഗത്വമെടുത്ത് NDA മുന്നണിയുടെ ഭാഗമായി മാറിയതും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KB ഗണേഷ് കുമാറിനെതിരെ UDFിനു വേണ്ടി ജ്യോതികുമാർ ചാമക്കാല രംഗത്തിറങ്ങുമ്പോൾ 2020യുടെ പ്രതിനിധിയായി അഖിൽ മാരാർ കൂടി എത്തുന്നതോടെ കൊട്ടാരക്കരയിലെ പോരാട്ടത്തിൽ തീ പാറുമെന്ന കാര്യത്തിലും തർക്കമില്ല. പ്രത്യേകിച്ച് മന്ത്രി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പുറത്തുവിട്ടിട്ടുള്ള ലൈംഗിക അപവാദ ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് കരുത്തു പകരുകയും പത്തനാപുരത്ത് അവർക്ക് വലിയ വിജയപ്രതീക്ഷകൾ സമ്മാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള സിനിമാ പ്രവർത്തകനായിട്ടുള്ള രമേശ് പിഷാരടിയും ഇടം പിടിച്ചിട്ടുണ്ട്. CPMും പ്രമുഖ താരങ്ങളെ മത്സരരംഗത്തിറക്കുവാൻ ആലോചന നടത്തുന്നുണ്ടെന്നും ഒരുപക്ഷെ മലയാള സിനിമയിലെ പ്രമുഖ യുവനടി തന്നെ, അതായത് ഈ അടുത്ത കാലത്ത് സർക്കാരിന് വേണ്ടി സർക്കാർ പ്രചരണങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരസ്യത്തിൽ അഭിനയിച്ചിട്ടുള്ള യുവനടി തന്നെ CPMന് വേണ്ടി മത്സരരംഗത്തുണ്ടാകുവാനുള്ള സാധ്യതകളെക്കുറിച്ചും നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരു കാര്യമാണ്. സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരുപിടി സെലിബ്രിറ്റികളെങ്കിലും വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികളായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറങ്ങുമെന്ന കാര്യമാണത്. എന്നാൽ മലയാള സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയവരുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് കാര്യമായി തിളങ്ങുവാൻ ഈ മേഖലയിൽ സാധിച്ചിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ്. ഇതിനുള്ള ഏക അപവാദം എന്ന് പറയാവുന്ന രണ്ട് പേരുകൾ എന്ന് പറയുന്നത് സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമാകുകയും അതുപോലെ തന്നെ 25 വർഷക്കാലം നിയമസഭയിൽ MLA എന്ന നിലയിൽ പൂർത്തീകരിക്കുകയും ചെയ്യുന്ന KB ഗണേഷ് കുമാറും അതുപോലെ രാജ്യസഭയിലും ലോക്സഭയിലും ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലും ഇടം നേടിയിട്ടുള്ള സുരേഷ് ഗോപിയുമാണ്. എന്നാൽ മലയാള സിനിമയിലെ ഏറ്റവും ആരാധ്യനായ നിത്യഹരിത നായകൻ പ്രേം നസീറും അതുപോലെ തന്നെ മലയാള സിനിമയിലെ ഇപ്പോൾ സ്വഭാവ നടൻ എന്ന നിലയിൽ തൻ്റേതായ സ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുള്ള ജഗദീഷുമെല്ലാം തെരഞ്ഞെടുപ്പ് ഗോതയിൽ പരാജയപ്പെടുന്നതും നാം കണ്ടിട്ടുണ്ട്. നടൻ ദേവനും ഭീമൻ രഘുവും ധർമ്മജൻ ബോൾഗാട്ടിയുമെല്ലാം ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ടിട്ടുള്ള സിനിമാ താരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളവരാണ്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.